തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിനെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിലെത്തിച്ചു. SITയുടെ കസ്റ്റഡിയിലായിരുന്ന പത്മകുമാറിനെ വിശദമായ ചോദ്യം ചെയ്ത ശേഷമാണ് തിരികെ കോടതിയിലെത്തിക്കുന്നത്. വിശദാംശങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഇന്ന് വൈകിട്ട് 5 മണി വരെയായിരുന്നു സമയം കസ്റ്റഡിയിൽ അനുവദിച്ചിരുന്നത്. ഇപ്പോൾ SITയുടെ കസ്റ്റഡിയിലായിരുന്ന പത്മകുമാറിനെ കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. കോടതിയുടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ കൂടി. KP, വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ SIT ഉദ്യോഗസ്ഥർ ഇപ്പോൾ പത്മകുമാറിനെ, മുൻ ദേവസ്വം ബോർഡ് മെമ്പറും CPM നേതാവും ജില്ലാ കമ്മിറ്റി അംഗവുമൊക്കെയായ പത്മകുമാറിനെ ഇപ്പോൾ കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി നടപടികൾ പൂർത്തിയാക്കി പത്മകുമാറിനെ റിമാൻഡ് ചെയ്യും. 14 ദിവസത്തേക്കുള്ള റിമാൻഡിനുള്ള സാധ്യതയാണുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് പിന്നീട് വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല എന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അങ്ങനെയെങ്കിൽ ഇത് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസം ചെയ്ത ചോദ്യം ചെയ്യലിൽ വിശദമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്, നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലേക്ക് ഉള്ള അവിടുത്തെ ആൾക്കാരുമായുള്ള ബന്ധം അത് ഏത് രീതിയിലായിരുന്നു എന്നത് സംബന്ധിച്ചു, അതിൽ ആരൊക്കെയായിട്ടായിരുന്നു കൂടുതൽ ബന്ധം പുലർത്തിയിരുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതൊക്കെ ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിൽ വളരെ സുധീഷ്, ഒപ്പം തന്നെ ഈ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. ഇപ്പോൾ റിമാൻഡ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. വീണ്ടും കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തുമോ SIT സംഘം? പ്രത്യേകിച്ച് ഇനിയും തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, ഇനിയും ചോദ്യം ചെയ്യലുകൾ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്കിരുത്തി ചോദ്യം ചെയ്തു, ഇനി മറ്റു പ്രതികൾ 6 പ്രതികളാണുള്ളത്, അവരുടെ കൂടെ ഇരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? KP, ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അത് കൃത്യമായി തന്നെ പരിശോധിച്ച് അത് ക്രോസ് ചെക്ക് ചെയ്ത് സമാനമായ കാര്യങ്ങൾ മറ്റു പലരുടെയും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാമുള്ള കാര്യങ്ങൾ വിശദമായി പഠിച്ച ശേഷം മാത്രമേ ഇനി അത്തരമൊരു ചോദ്യം ചെയ്യലോ കാര്യങ്ങളോ ഉണ്ടാവൂ എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇന്നലെ തന്ത്രിയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അത്തരത്തിലുള്ള ശേഖരിച്ച വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യലായിരുന്നു. അതിൽ വളരെ നിർണായകമായ വിവരങ്ങൾ പത്മകുമാറിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. അത് എല്ലാം സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടാക്കുക, അത്തരം ചില കാര്യങ്ങൾക്ക് ശേഷം മാത്രമേ ഇനിയും പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങൂ എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് റിമാൻഡിൽ പോകാൻ തന്നെയാണ് സാധ്യതയുള്ളതും. എന്നാൽ ഇത് ഉന്നതരിലേക്കെല്ലാമുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായാലും ഇവിടുത്തെ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ടായാലും എല്ലാമുള്ള ആസൂത്രണം, അതിൽ പങ്കാളികളായത് ആരൊക്കെയാണ്, അതിനുശേഷം ആരുടെയൊക്കെ സഹായങ്ങൾ ഇത് നിലനിർത്തിക്കൊണ്ടുപോകാൻ, ആ ഒരു കളവ് മറച്ചു വെക്കാനുമെല്ലാം ആരുടെയൊക്കെ സഹായം ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ നിർണായകമായ വിവരങ്ങൾ പത്മകുമാറിൽ നിന്ന് ലഭിച്ചു എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. അതോടൊപ്പം ഇനിയും അന്വേഷണം മുന്നോട്ട് പോയാൽ അത് ആരിലേക്കൊക്കെ എത്തിച്ചേരും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അടക്കം അത് എത്തിച്ചേരാനുള്ള സാധ്യത, അതേ സാഹചര്യത്തിൽ തന്നെ മറ്റ് ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യത, ഇതെല്ലാം വളരെ നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന് ഉതകുന്ന വിവരങ്ങൾ പത്മകുമാറിൽ നിന്ന് ലഭിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ കോടതി നടപടികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിച്ച് പത്മകുമാറിനെ ജയിലിലേക്ക് ഇറക്കും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ SIT ഉദ്യോഗസ്ഥരടക്കം പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. അതിന് പിന്നാലെ തന്നെ പത്മകുമാറിനെയും പുറത്തേക്ക് ഇറക്കുമെന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 3:45 കൂടിയാണ് ഇവിടെ എത്തിച്ച് കോടതി നടപടികൾ ആരംഭിച്ചത്. വൈദ്യപരിശോധനയും മറ്റും തിരുവനന്തപുരത്ത് നടത്തിയിട്ടാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇനി റിമാൻഡ് ചെയ്താൽ ഒരുപക്ഷെ ഒരിക്കൽ കൂടി വൈദ്യപരിശോധന നടത്തിയിട്ടാകും ജയിലിലേക്ക് മാറ്റുക. എന്തു തന്നെയായാലും ഇവിടെ കോടതിയിൽ ഇത് സംബന്ധിച്ച് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമുള്ള കാര്യങ്ങളും എല്ലാം സംബന്ധിച്ച റിപ്പോർട്ട് അടക്കമാണ് കൈമാറിയിട്ടുള്ളത്. ഇനിയും എന്തു തന്നെയായാലും തുടർ നടപടികളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാവുന്ന ഒരു ഘട്ടത്തിൽ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയാണുള്ളത്. നിലവിൽ ഇന്ന് അതിനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. KP, 2 ദിവസത്തെ ചോദ്യം ചെയ്ത ശേഷം SIT സംഘം എ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതി നടപടികൾ പുരോഗമിക്കുന്നു. വീണ്ടും റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.